മുള്ള് മെത്ത നൽകി അവരെ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തി ഭരിപ്പിക്കാനുള്ള ഒരു ശക്തി നിയമസഭയിൽ ഉണ്ടാവണം. കൊയിലാണ്ടി നിയോജക മണ്ഡലം NDA BJP സ്ഥാനാർത്ഥി CR പ്രഫുൽകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. കേരളം ഇനിയും ഗതികെട്ട അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ പ്രഫുലിനെ പോലെയുള്ളവർ നിയമസഭയിൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ അതിനു മുമ്പ് ഒരുപാട് കാലം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുള്ള അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് ഭരണത്തിൽ വന്ന പ്രസ്ഥാനങ്ങളിലെ നല്ല വ്യക്തികളുമായിട്ടുള്ള ഒരുപാട് സമ്പർക്കം എൻ്റെ കുടുംബത്തിലേക്ക് ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ല. ഒരു അവാർഡും എനിക്ക് അതിൻ്റെ പേരിൽ കിട്ടിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും നല്ല മനുഷ്യരുടെ കൂടെ നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് സഖാവ് ശ്രീ VS അച്യുതാനന്ദനായാലും, സഖാവ് EK നായനാരായാലും, ലീഡർ കരുണാകരനായാലും, ശ്രീ AK ആന്റണി ആയാലും, എല്ലാവരുമായിട്ടും അവരൊക്കെ അല്ലെങ്കിൽ അല്ല എന്ന് പറയട്ടെ, എൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇത്രയും കാലം നമുക്ക് സാധിച്ചില്ല. കേരളത്തിൽ നിന്ന് 7 8 കേന്ദ്രമന്ത്രിമാരും അതിൽ കൂടുതലും സഹമന്ത്രിമാരുമായിരുന്നു. അവരെ കൊണ്ടൊന്നും സാധിക്കാഞ്ഞതാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു BJP MP തെരഞ്ഞെടുത്ത അയാൾ മന്ത്രിയായപ്പോ കേരളം ഡൽഹിയാക്കി മാറ്റണം, ബോംബെ ആക്കണമെന്ന് പറയുന്ന ഒരു മുടന്തൻ തത്വം. അത് നമ്മൾ അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നത്, അവരങ്ങനെ ഒരു എന്താണ് അത്യാവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അവർക്ക് നമ്മളിൽ അത്രയും വിശ്വാസമുണ്ട് എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അത് നിറവേറ്റിയിരിക്കും. അപ്പോ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു MP ഫണ്ട് നടപ്പിലാക്കണമെങ്കിൽ പോലും അടിത്തട്ട് ഭരണ പ്രതലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെയും NDAയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത്തവണ നിയമസഭയിൽ എത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷവും അതില് തൊട്ട് ചേർന്ന് കിടക്കുന്ന കഴിഞ്ഞ 5 വർഷത്തെ ഒരു സംഘശബ്ദം നിയമസഭയിൽ ഇല്ലാതെ പോയത് ജനങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചു. പ്രഫുലിനെ പോലെയുള്ള ചെറുപ്പക്കാർ ജനങ്ങളുടെ ശബ്ദമായി നിയമസഭയിൽ സംഘശബ്ദം ഉണർത്തിയാൽ മാത്രമേ, RSSന്റെ ശബ്ദമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശക്തമായ ഒരു സംഘത്തിന്റെ ശബ്ദം നിയമസഭയിൽ ഉയർത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ ഇതിലും ഗതികെട്ട അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക, ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായി പ്രഫുലിനെ അയച്ച് 10 15 25 30 എത്രയായാലും തിരക്കേടില്ല. നിങ്ങൾ ഒറ്റ കാര്യം ഉറപ്പുവരുത്തിയാൽ മതി. ആര് കേരളം ഭരിച്ചാലും അവർക്ക് പട്ടുമെത്ത നൽകില്ല, റോസാപ്പൂ ഇതൾ വിരിച്ച മെത്ത നൽകില്ല, നല്ല മുള്ള് മെത്ത നൽകി അവരെ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തി ഭരിപ്പിക്കാനുള്ള ഒരു ശക്തി നിയമസഭയിൽ ഉണ്ടാവണമെങ്കിൽ ആ കൂട്ടത്തിൽ ശ്രീ പ്രഫുൽ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, താമര ചിഹ്നം ഒരിക്കലും മറക്കരുത്. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിരിയിച്ചെടുത്താൽ ഇല്ല, സുഗന്ധമില്ല എന്ന് പറയുന്ന താമരയ്ക്ക് സുഗന്ധം എന്താണെന്ന് ഞങ്ങൾ കേരളത്തെ ബോധിപ്പിച്ചു തരും. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി. ശ്രീഹരി സ്വാഗതം പറഞ്ഞു. NDA നിയോജക മണ്ഡലം കൺവീനർ വിനോദ് വയനാരി അധ്യക്ഷനായി. CR പ്രഫുൽകൃഷ്ണൻ, VC ബിനീഷ്, സത്യൻ, ദീപ കുനിയിൽ, ബൈജു AK, നിഷ ഗിരീഷ്, TP രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.